നാട്ടുവരമ്പിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർഷകർക്ക് ആവശ്യമായ ശാസ്ത്രീയ പിന്തുണ നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന വെള്ളായണിയിലെ ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചുള്ള എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമാണ് ഇത്തവണ നാട്ടുവരമ്പിൽ. ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഇൻക്യുബേഷൻ സെന്ററും വിത്ത് ഉൽപാദന കേന്ദ്രവും കർഷകർക്കും സംരംഭകർക്കും മുതൽക്കൂട്ട് തന്നെ. കേരളത്തിലെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളും അതോടൊപ്പം തന്നെ ഉൽപാദന ഉപാധികളും വിതരണം ചെയ്യുന്നതിൽ കേരള കാർഷിക സർവകലാശാല വഹിക്കുന്ന പങ്ക് വളരെ നിസ്തുലമാണ്. അതേ രീതിയിൽ തന്നെയാണ് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ദക്ഷിണ മേഖലയും പ്രവർത്തിക്കുന്നത്. കർഷകർക്ക് ഏത് നിമിഷവും എപ്പോഴും ഏത് ശാസ്ത്രജ്ഞന്മാരുമായും ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കുന്നതിൽ കാർഷിക സർവകലാശാല എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ റിവോൾവിംഗ് ഫണ്ട് സ്കീമിൻ്റെ പദ്ധതികളാണ് ഇൻക്യുബേഷൻ സെൻറ്റർ പരിശീലന പദ്ധതികൾ, അതുപോലെ തന്നെ ക്വാളിറ്റി അനാലിസിസ് എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. കർഷകർക്ക് അതുപോലെ തന്നെ സംരംഭകർക്ക് നിശ്ചിത ഫീസ് നൽകിക്കൊണ്ട് ഈ ഫെസിലിറ്റീസുകൾ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഏതൊരു സംരംഭകനും അവരുടെ ഒരു ചെറിയൊരു ആശയവുമായിട്ട് വരുമ്പോൾ അവരുടെ ആ ആശയത്തെ വിപുലീകരിച്ച് ഒരു സേവനമായിട്ടോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായിട്ടോ മാറ്റിയെടുക്കാൻ അവരെ പൂർണ്ണമായും സഹായിക്കുക. അതാണ് ഈ ഇൻക്യുബേഷൻ സെൻറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഏതൊരു സംരംഭകനും ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, സംസ്കരണ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു പരിശീലന കേന്ദ്രം, അതാണ് ഒന്നാമത്തേത്. അപ്പോൾ അതിനായിട്ടിവിടെ അത് വിവിധ വിഷയങ്ങളിൽ, അത് സംസ്കരണമായിരിക്കാം, പാക്കേജിംഗ് ആയിരിക്കാം, ലേബലിംഗ്, പാക്കേജിംഗ് എങ്ങനെ ലേബൽ ചെയ്യുന്നതായിരിക്കാം, ഗുണനിലവാര നിയന്ത്രണം ആയിരിക്കാം, ലൈസൻസ് എങ്ങനെ എടുക്കുന്നതായിരിക്കാം. ഈ വിധത്തിലുള്ള എല്ലാ പരിശീലന പരിപാടികളും കൊടുക്കാനുള്ളൊരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് ഏതൊരു സംരംഭകനും ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരാദ്യമായിട്ട് ഈ വില കൂടിയ മെഷീനുകളോ എക്യുപ്മെൻറ്റുകളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വാങ്ങേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ചെറുകിട സംരംഭകനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് പകരം ഈ ഇൻക്യുബേഷൻ സെൻറ്ററിൽ ഒരു സംസ്കരണ ശാലയ്ക്ക് വേണ്ടുന്ന മിനിമം കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വളരെ വില കൂടിയ സാങ്കേതിക വിദ്യകളും സാങ്കേതികമായിട്ടുള്ള മെഷീനുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഒരു ചെറിയ ഫീസ് കൊടുത്ത് ഇവിടെ തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടോടു കൂടി അവർക്കിത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് രണ്ടാമത്തേത്. അതായത് ഈ മെഷീനുകളെല്ലാം അവർക്ക് ഉപയോഗിക്കാനാകും. നമ്മളൊരു ഉൽപ്പന്നം ഒരു സംരംഭകൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഗുണനിലവാരം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. നിലവാര പരിശോധനാ ലബോറട്ടറി, ക്വാളിറ്റി കൺട്രോൾ ലാബ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ ലേബലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, അതിൽ ഇത്ര ഫാറ്റ് ഉണ്ട്, ഈ വിധത്തിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യവും ചെറിയൊരു മാർജിനൽ പേയ്മെൻറ്റോടുകൂടി നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കും. നാലാമത്തത് എന്ന് പറയുന്നത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള, അതായത് ഇവിടെ വരുന്നവർക്ക് സാങ്കേതിക വിദ്യ വാങ്ങി ആ ഒരു വിദ്യ ഉപയോഗിച്ച് അവർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഈ 4 കാര്യങ്ങളുമാണ് ഈ ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കൃഷിയിലെ ഒരു പ്രധാനപ്പെട്ട ഉൽപാദനോപാധിയാണ് വിത്ത്. പച്ചക്കറി കൃഷി ആദായകരമാകണമെങ്കിൽ നല്ല ഗുണമേന്മയുള്ള വിത്ത് കൃഷിക്കായി ഉപയോഗിക്കണം. ഇവിടെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും നമ്മൾ
ഉഷ്ണമേഖലാ പച്ചക്കറികളുടെ വിത്തുകളാണ് പ്രധാനമായും ലഭിക്കുന്നത്. വെള്ളരിവർഗ പച്ചക്കറികൾ, വഴുതനവർഗ പച്ചക്കറികൾ, പയറുവർഗ പച്ചക്കറികൾ, ചീര, വെണ്ട മുതലായവയുടെ വിത്തുകളാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. വെള്ളരിവർഗ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മത്തൻ, കുമ്പളം, വെള്ളരി, സലഡ് വെള്ളരി മുതലായവ. വഴുതനവർഗ പച്ചക്കറികൾ തക്കാളി, വഴുതന, കത്തിരി, പച്ചമുളക്, മാലിമുളക്, കാന്താരി എന്നിവ. ഇവയുടെ എല്ലാം വിത്തുകൾ ലഭ്യമാണ്. കൂടാതെ ഇവയുടെ തൈകൾ എല്ലാ കാലത്തും ലഭ്യമാണ്. അതുകൂടാതെ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ ശീതകാല പച്ചക്കറികളുടെ തൈകളും ഇവിടെ നിന്ന് ലഭ്യമാണ്. ഞങ്ങളുടെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും 10 ഇനങ്ങൾ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. വള്ളിപ്പയറിൽ വെള്ളായണി ജ്യോതിക, KU ദീപിക, ചീര KU വൈഗ, ചതുരപ്പയർ KU നിത്യ, ചീനിയമര KU സുരുചി മുതലായവ. ഈ 10 ഇനങ്ങളുടെയും വിത്തുകൾ വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന ദക്ഷിണ മേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കൗണ്ടർ വഴി ഈ വിത്തുകളും തൈകളും നിങ്ങൾക്ക് ലഭ്യമാണ്. മൈക്രോബയോളജി വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബയോ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ യൂണിറ്റും കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന ലബോറട്ടറിയും നിമവിര ഗവേഷണ യൂണിറ്റും വെള്ളായണി കാർഷിക കോളേജിലെ ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. റിവോൾവിംഗ് ഫണ്ട് സ്കീമുകളിൽ കൃഷിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഇൻപുട്ടുകൾ നൽകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന് സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, വെർട്ടിസിലിയം എന്നിങ്ങനെയുള്ള ജൈവിക കീട നിയന്ത്രണ ഉപാധികൾ, അതോടൊപ്പം തന്നെ കൂൺ വളർത്തിന് ആവശ്യമായിട്ടുള്ള സ്പൂണുകൾ, അതിൻ്റെ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ തേനീച്ച വളർത്തലിനുള്ള ട്രെയിനിങ്, തേനീച്ച കർഷകർക്ക് വേണ്ടിയുള്ള തേനീച്ച പെട്ടികൾ, കൂടുകൾ ഇവ നൽകൽ തേനീച്ച പരാഗണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. നമ്മളീ കാണുന്നത് വെള്ളായണി കാർഷിക കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ ബയോ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഇത് ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയുടെ കീഴിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഓൺ സോയിൽ ബയോഡൈവേഴ്സിറ്റി ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന പദ്ധതിയുടെ കീഴിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു റിവോൾവിംഗ് ഫണ്ട് രീതിയിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഫെർമെൻറ്ററും അനുബന്ധ സാമഗ്രികളുമാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ്, അതായത് മൈക്രോബിയൽ ഇനോക്കുലൻസ് അല്ലെങ്കിൽ സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങളായ ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ ഈ അസോസ്പിറിലം, അതർ നൈട്രജൻ ബയോ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഫോസ്ഫേറ്റ് സോൾബിലൈസേഴ്സ്, ഇങ്ങനെയുള്ള സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കി കർഷകർക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങൾ ജൈവ കൃഷിയിലും അതുപോലെ തന്നെ ഉള്ള കൃഷിയിലൊക്കെ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിന്, അതായത് സൂക്ഷ്മ മൂലകങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന എന്ന നിലയിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികളിൽ കീടനാശിനികളുടെ സാന്നിധ്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന പഠനോപകരണങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതിനായി കർഷകർക്ക് അവരുടെ സാമ്പിളുകൾ ഇവിടെ നൽകി അവയിൽ വിഷാംശമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടാവുന്നതാണ്.
കാണുന്ന കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലബോറട്ടറി 1985-86 കാലഘട്ടത്തിൽ ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ ആരംഭിച്ചതാണ്. ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശ പരിശോധന നടത്തുക, അതുപോലെ മറ്റ് ഈ കീടനാശിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അതോടൊപ്പം ഈ ലബോറട്ടറിയുടെ ഫണ്ടിംഗ് എല്ലാം തന്നെ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചാണ് നടത്തുന്നത്. ഈ പദ്ധതിയുടെ പ്രയോജനം കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ധനസഹായത്തോടുകൂടി ദക്ഷിണ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ നടത്തിവരുന്ന പദ്ധതിയാണ് അഖിലേന്ത്യാ നിമവിര ഗവേഷണ പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി മണ്ണിൽ നിന്നും നിമവിരകളെ വേർതിരിച്ചെടുക്കുക, അവയെ തിരിച്ചറിയുക, അതുപോലെ അവയുടെ എണ്ണം കണക്കാക്കി അവയ്ക്ക് വേണ്ടുന്ന നിയന്ത്രണ മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിവിധ വിളകൾ ആയിട്ടുള്ള പച്ചക്കറി വിളകൾ, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജന വിളകൾ, വാഴ, കുരുമുളക്, തെങ്ങ്, കമുക് എന്നിങ്ങനെ ഒട്ടനവധി എല്ലാ വിളകളെയും ആക്രമിക്കുന്ന സൂക്ഷ്മ പരാദങ്ങളാണ് നിമവിരകൾ. ഇവയുടെ ആക്രമണ ഫലമായി വേരുകൾ ചീഞ്ഞ് നശിക്കുകയും ചെടിക്ക് ആവശ്യാനുസരണം ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും ചെടികളിൽ മഞ്ഞളിപ്പ്, വളർച്ച മുരടിപ്പ്, അങ്ങിങ്ങായുള്ള ക്രമരഹിത വളർച്ച എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിളുകൾ കളക്ട് ചെയ്ത് പരിശോധിച്ചതിൽ ഏറ്റവും കൂടുതലായി കണ്ടെത്തിയത് വേരുബന്ധക നിമവിര എന്ന ഇനം നിമവിരകളാണ്. ഈ നിമവിരകളുടെ ആക്രമണം മൂലം ചെടിയുടെ വേര് പടലത്തിൽ മുഴകൾ കാണപ്പെടുന്നു. ഇപ്പം നിമവിരകളുടെ തലഭാഗത്ത് ഒരു സൂചി പോലുള്ള അവയവമുണ്ട്. ഈ അവയവം ഉപയോഗിച്ച് നിമവിരകൾ വേരിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ഈ മുറിവിൽ കൂടി വിവിധ രോഗാണുക്കൾ ചെടിക്കുള്ളിൽ പ്രവേശിക്കുകയും അതിൻ്റെ ഫലമായി വേര് പൂർണ്ണമായിട്ട് നശിച്ച് പോവുകയും ചെടിക്ക് ആവശ്യാനുസരണം ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ പദ്ധതിയിൽ കൂടി നമ്മൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ച് ആ വിളകൾക്ക് എന്തൊക്കെ നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യാമെന്നുള്ള പരീക്ഷണ അടിസ്ഥാനത്തിൽ കിട്ടിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടുന്ന റെക്കമെൻഡേഷൻസ് നൽകി വരുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ കൃഷിക്കാർക്ക് പല തരം പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നെ ട്രൈബൽ സബ് പ്ലാനിലൂടെ നമ്മൾ ഈ നിമവിര ബാധ ഏൽക്കാത്ത നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ നിമവിരകളുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും പരാധീകരിക്കാൻ കഴിവുള്ള ജീവാണുക്കൾ വിതരണം ചെയ്യുക. ഈ ജീവാണുക്കളെ എങ്ങനെ ഫാം യാർഡ് മനുവർ പോലുള്ള ജൈവവളത്തിൽ സമ്പുഷ്ടീകരിച്ച് മണ്ണിൽ ചേർക്കാം എന്നുള്ളതിനുള്ള പരിശീലനം നൽകുക. അതുപോലെ തന്നെ നിമവിര ബാധയില്ലാത്ത ചെടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജൈവധൂമീകരണം, കാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ജൈവധൂമീകരണം നടത്തുന്നത് എങ്ങനെ എന്നതിനുള്ള പരിശീലനങ്ങൾ നൽകുക. ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകി വരുന്നു. അത്യുൽപാദന ശേഷിയുള്ള തീറ്റപ്പുല്ലിനങ്ങളുടെ കൃഷിയും അവയുടെ ഗവേഷണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ലീഫ് ടിഷ്യൂ, അനലറ്റിക് ലാബ് എന്നിവയൊക്കെ വെള്ളായണിയിലെ ദക്ഷിണ മേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ മുഖമുദ്രകളാണ്. കാർഷിക കോളേജിലെ എല്ലാ ശാസ്ത്രജ്ഞരുടെയും ഗവേഷണ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഈ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വഴിയാണ്. അവിടെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് പ്രോജക്റ്റ് പോലെയുള്ള ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് ഈ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വഴിയാണ്.
കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധതരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക സാന്ത്വനം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിക്കുകയുണ്ടായി. കർഷകർ അവരുടെ ഫീൽഡിൽ അനുഭവിക്കുന്ന രോഗകീട പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അറിയുന്നതിനുമൊക്കെയായിട്ട് കർഷകർക്ക് വേണ്ടുന്ന എല്ലാവിധ പരിഹാരങ്ങളും നൽകുന്നതിനായിട്ടാണ് ഈ പദ്ധതി ഇവിടെ തുടങ്ങിയത്. ഇതിൽ കാർഷിക സർവകലാശാലയിലുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധരായ ശാസ്ത്രജ്ഞർ ടീം അംഗങ്ങളായിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ട് വിളിച്ച് പറയുകയോ അതല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മുഖേനയോ മറ്റോ നമ്മളെ അറിയിക്കുകയോ, അതുമല്ലെങ്കിൽ അവരുടെ ഫീൽഡിൽ ചെന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ പോയി ഫീൽഡ് കണ്ട് അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ടാണ് ഈ ടീം നിലകൊള്ളുന്നത്. 12 ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇതിൽ ടീം അംഗങ്ങളായിട്ടുണ്ട്. കർഷകർക്ക് നേരിട്ടും അതേപോലെ തന്നെ കൃഷിഭവൻ മുഖേനയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് മുഖേനയും മറ്റ് സ്ഥാപനങ്ങൾ മുഖേനയും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. റിവോൾവിംഗ് ഫണ്ട് ഓൺ പ്ലാന്റ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഓൺ ഫോഡർ ക്രോപ്സ് എന്ന സ്കീം ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി അത്യുൽപാദന ശേഷിയുള്ള തീറ്റ പുല്ലിനങ്ങളായ സുഗുണ, സുസ്ഥിര, തീറ്റ പയറിനമായ ഐശ്വര്യ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്തു വരുന്നു. ഒരു തണ്ടിന്, അതായത് 2 മുട്ടുള്ള ഒരു സ്റ്റെം കട്ടിങ്ങിന് 1 രൂപ എന്ന നിരക്കിലാണ് ഇവിടെ വിൽപ്പന നടത്തി വരുന്നത്. ഫോറസ്റ്റ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായി കേരളത്തിലെ തിരഞ്ഞെടുത്ത ജില്ലകളിൽ നിന്നും മികച്ച ക്ഷീര കർഷകരുടെ കൃഷിയിടങ്ങളിൽ അത്യുൽപാദന ശേഷിയുള്ള തീറ്റ പുല്ലിനങ്ങളായ സുഗുണ, സുസ്ഥിര, തീറ്റ പയറിനമായ ഐശ്വര്യ എന്നിവ ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിൽ കൃഷി ചെയ്തു വരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സയൻസും RIRSൻ്റെ കീഴിൽ വരുന്ന RFൻ്റെ, അതായത് റിവോൾവിംഗ് ഫണ്ടിൻ്റെ പ്രോജക്റ്റായ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഞങ്ങളിവിടെ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഫാമിൽ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു പോസ്റ്റ് വാല്യൂ അഡീഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിൻ്റെയും അണ്ടറിൽ വരുന്ന പ്രോഡക്ട്സ് അതിനെ കമേഴ്ഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിവിധയിനം ജാമുകൾ, സ്ക്വാഷ്, അച്ചാറുകൾ, പിന്നെ സീസണലായിട്ട് വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മളിപ്പോൾ ചക്കയുടെ സീസണും മാങ്ങയുടെ സീസണും ഒക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ചെയ്യാറുണ്ട്. പിന്നെ ഓണം വരുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ പായസക്കൂട്ട് അല്ലെങ്കിൽ കറിക്കൂട്ടുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോഡക്ട്സ് ഈ പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ എക്സിബിഷനൊക്കെ വരുമ്പോഴത്തേക്ക് അവരും ഇവിടുന്ന് പ്രോഡക്ട്സ് ചെയ്ത് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ അഗ്രോണമി വിഭാഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു റിവോൾവിംഗ് ഫണ്ടാണ് ലീഫ് ടിഷ്യൂ അനാലിറ്റിക്കൽ ലാബ്. അപ്പോൾ ഈ ലീഫ് ടിഷ്യൂ അനാലിറ്റിക്കൽ ലാബ് 2008 സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായത്തോടു കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. റിവോൾവിംഗ് ഫണ്ടായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നത്. ലാബിൻ്റെ പ്രധാന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് കർഷകർക്കും അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ ഇവർക്കൊക്കെ വേണ്ടി ഉള്ള അനാലിസിസ്, മണ്ണ് പരിശോധന, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂ സസ്യകലകളും കൂടി അതിനോടൊപ്പം തന്നെ പരിശോധിക്കുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മണ്ണ് പരിശോധനയെ പറ്റി പറയാറുണ്ട്. മണ്ണ് പരിശോധനയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിളയിൽ എന്തെങ്കിലും രീതിയിലുള്ള പോഷകമൂലക ന്യൂനതകൾ കാണുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ സഹിതം അവർക്ക് തുടർച്ചയായി എന്ത് വളം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആ രീതിക്ക് കൂടി ഉള്ള ശുപാർശ നൽകുന്നതിന് വേണ്ടി മണ്ണ് പരിശോധനയോടൊപ്പം
ടിഷ്യൂ അനാലിസിസും കൂടി നമ്മൾ ഈ ലാബിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാലത്തിനൊത്ത് നമ്മുടെ കാർഷിക പദ്ധതികളും മാറുകയാണ്. ഇതുപോലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.